Hi students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ പാരലോഗ്രംസ് അഥവാ സാമാന്തരികങ്ങളിലെ 3ാമത്തെ ഭാഗമാണ്. അതായത് ഡയഗണൽസ് അഥവാ വികരണങ്ങൾ എന്ന പാട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഞാനിവിടെ റോംബസും വരച്ചിട്ടുണ്ട്, പാരലോഗ്രം വരച്ചിട്ടുണ്ട്. റോംബസ് എന്ന് പറഞ്ഞാൽ സമഭുജ സാമാന്തരികം, പാരലോഗ്രം സാമാന്തരികം. നമുക്കറിയാം റോംബസ് എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യം, പാരലോഗ്രം അഥവാ സാമാന്തരികം എന്ന് പറഞ്ഞാൽ എതിർവശങ്ങൾ മാത്രം തുല്യം. ഇനി ഇവിടെ ഞാൻ റെഡ് കളറിൽ വരച്ചിരിക്കുന്നതാണ് ഡയഗണൽസ്. രണ്ടിലും 2 വികരണങ്ങൾ വീതമാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക. നമുക്കറിയാം റോംബസിൽ അഥവാ സമഭുജ സാമാന്തരികത്തിൽ വികരണങ്ങൾ ലംബ സമഭാജികളായിരിക്കും, ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ ഈ കോണിന്റെ അളവ്, ഇത് ഏത് കോൺ എടുത്താലും 4 കോണുകളുണ്ട്, ഏതും 90 ഡിഗ്രിയാണ്. പിന്നെ ഇവിടുന്ന് ഈ മധ്യബിന്ദു വരെയുള്ള നീളം തന്നെയാണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും. അതായത് മധ്യബിന്ദുവിൽ കൂടെയാണ് വികരണങ്ങൾ കടന്നു പോകുന്നത്. ഡയഗണൽസ് മിഡ് പോയിന്റ്സിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇത്രയും നീളം തന്നെയാണ് ഇവിടെ നിന്ന് ഇത്രയും. അതേപോലെ ഇവിടെ നിന്ന് എത്രയാണോ ഉള്ളത് അതേ നീളം തന്നെയായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും. ഇനി നമുക്ക് സാമാന്തരികത്തിന്റെ കേസ് നോക്കാം. ഇവിടെ സാമാന്തരികം അഥവാ പാരലോഗ്രത്തിന്റെ കേസിൽ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിട്ട് വരത്തില്ല. പിന്നെ ഇത് മിഡ് പോയിന്റിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്ന് നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നും അറിയാം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? നമുക്ക് ഈ ഒരു പാരലോഗ്രത്തിന് പേര് കൊടുക്കാം, ABCD. നമ്മൾ ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഒന്ന് എടുത്ത് നമുക്ക് നോക്കാം. ഈ മീറ്റിംഗ് പോയിന്റിന് O എന്ന് പേരും കൊടുക്കാം. പേര് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. AB = CD ആണല്ലോ. കാരണം എന്താ? ഇതൊരു പാരലോഗ്രമാണ് അല്ലെ? പാരലോഗ്രത്തിന്റെ അല്ല സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണ്. എതിർവശങ്ങളാണല്ലോ ABയും CDയും അല്ലെ? പിന്നെ AB പാരലൽ CD ആണല്ലോ. AB CDക്ക് സമാന്തരമാണല്ലോ അല്ലെ? സമാന്തരമാകുമ്പോൾ ഈ കോണും തുല്യമായിരിക്കും. കാരണം സമാന്തരമായിട്ട് വരയ്ക്കുന്ന വരയെ ഈ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പം വരുന്ന കോണുകളാണ് ഈ മുകളിലത്തെ കോണും ഈ താഴത്തെ കോണും, അവ തുല്യമായിരിക്കും. അതേപോലെ തന്നെ ഇവിടത്തെ കോൺ, ഈ കോണും ഇതും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഈ 2 വശങ്ങൾ തുല്യമാണ്, ഈ കോൺ ഇതിനോട് തുല്യമാണ്, ഈ ആംഗിൾ ഇതിനോട് തുല്യമാണ്. അപ്പൊ നമുക്ക് നോക്കിക്കെങ്കിൽ ആ തുല്യമായിട്ട് വരുന്ന കോണുകളുടെ എതിരെയുള്ള വശങ്ങൾ തുല്യമാവുമല്ലോ. അപ്പൊ ഈ കോൺ, ഈ ഒന്നാമത്തെ വര, ഒരു വര മാത്രമുള്ള ഈ കോണിന്റെ എതിരെയുള്ള വശം ഏതാണ്? BO ആണ് അല്ലെ? അപ്പൊ BO എന്തിനോട് തുല്യമാണ്? ഈ ഒന്നാമത്തെ കോണിന്റെ എതിരെയുള്ള വശമായ DOയോട് തുല്യമാണ്. BOയും DOയും തുല്യമാണെങ്കിൽ O മധ്യബിന്ദുവായി കിട്ടിയില്ലേ? O മിഡ് പോയിന്റ് ആയി കിട്ടിയില്ലേ? ഇനി അതേപോലെ ഈ 2 വര വരച്ചിരിക്കുന്ന കോണുകൾ നമുക്ക് എടുക്കാം. ഇതിന്റെ എതിരെയുള്ള കോണല്ലേ AO? അപ്പൊ AOയും ഇതിന്റെ എതിരെയുള്ള കോണല്ലേ CO? COയും തുല്യമാണെന്ന് കിട്ടിയില്ലേ? AOയും COയും തുല്യമായി. അപ്പൊ AOയും COയും തുല്യമാണെങ്കിൽ O മധ്യബിന്ദു ആയില്ലേ? അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവ മധ്യബിന്ദുവിൽ കൂടി കടന്നു പോകുന്നു. AC ആണ് ഒന്നാമത്തെ വികരണം, ഒന്നാമത്തെ ഡയഗണല്. BD ആണ് രണ്ടാമത്തെ ഡയഗണൽ. അത് രണ്ടും മിഡ് പോയിന്റിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ബൈസെക്ട് ചെയ്യുന്നുണ്ട്, സമഭാഗം ചെയ്യുന്നുണ്ട്. പക്ഷെ ലംബ സമഭാജിയാണോ? അല്ല. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ? റോംബസ് അഥവാ സമഭുജ സാമാന്തരികം ആണെങ്കിൽ അതിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും, അഥവാ വികരണങ്ങൾ ലംബ സമഭാജികളായിരിക്കും. പക്ഷെ ഇവിടെ സാമാന്തരികത്തിൽ വികരണങ്ങൾ സമഭാജികൾ മാത്രമേ ഉള്ളൂ, ലംബമല്ല. അതായത് 90 ഡിഗ്രി അല്ല. പാരലോഗ്രത്തിൽ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നില്ല. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് എടുത്തു നോക്കാം. അതായത് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നിട്ട് അങ്ങനെ വരയ്ക്കുന്ന ആ ക്വാഡ്രിലാറ്ററൽ, ആ ചതുർഭുജം ഒരു സാമാന്തരികമാണോ എന്ന് ചെക്ക് ചെയ്യണം. ആ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രം ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ 2 ഡയഗണൽസ്, ഇപ്പോൾ ഒരെണ്ണം 10 സെന്റിമീറ്ററും ഒരെണ്ണം 6 സെന്റിമീറ്ററും എടുക്കുക. അത് കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ വരയ്ക്കാം.
ഞാൻ ഇവിടെ 2 ഡയഗണൽസ് വരച്ചു. ഇത് 10 സെന്റിമീറ്റർ ഉള്ളതും ഇത് 6 സെന്റിമീറ്റർ ഉള്ള 2 ഡയഗണൽസ് വരച്ച് കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ പാരലോഗ്രാം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ പേര് കൊടുക്കാം. പേര് കൊടുത്ത് ചെയ്യുമ്പോൾ എളുപ്പമാണ്. ABCD. നമ്മൾ ആദ്യം എടുത്തത് ഇതും ഈക്വൽ ആണ്. നടുക്കത്തെ പോയിന്റിന് O എന്ന് എടുക്കാം. ഓരോന്നും 5 സെന്റിമീറ്റർ വെച്ചാണ് അല്ലെ. അപ്പൊ ആദ്യത്തെ ഡയഗണൽ AC ആണ്. AOയും COയും തുല്യമാണ്. രണ്ടാമത്തെ ഡയഗണൽ BD ആണ്. അപ്പൊ BOയും DOയും തുല്യമാണ്. ആ രീതിയിലാണ് നമ്മൾ എടുത്തത്. പിന്നെ നമുക്കറിയാവുന്ന എന്താണ്, ഈ 2 ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലെ. എക്സ് ഷേപ്പിലല്ലേ ഡയഗണൽ ഞാൻ ആദ്യം വരച്ചപ്പോൾ കിടന്നു. അപ്പൊ അതിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണല്ലോ. അപ്പൊ ആംഗിൾ AODയും ആംഗിൾ BOCയും തുല്യമായാലും അവയുടെ ബാക്കി വശങ്ങളും അല്ലെങ്കിൽ ആ കോണുകളും തുല്യമായിക്കോളുമല്ലോ. അപ്പൊ ഇവിടെ നിന്ന് എന്തെഴുതാം? ബാക്കി വശം വന്നിരിക്കുന്ന ഈ 2 വശം എടുത്തു. ബാക്കി വന്നത് എന്താ? AD ഈക്വൽ ടു BC എന്ന് എഴുതാവല്ലോ. അപ്പൊ അവ തുല്യമാണെന്ന് കിട്ടി. ഇനി അവ സമാന്തരമാണ്, അവ പാരലൽ ആണെന്നും കൂടെ നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലെ. അപ്പോൾ പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ടാമത്തെ ആംഗിൾ ഇതെടുക്കാമല്ലോ. ഈ ആംഗിളും തുല്യമല്ലേ. നമുക്ക് ഏതൊക്കെയാ എടുത്തത്? ഇപ്പൊ കിട്ടിയ സൈഡും ഈ 2 വരെയുള്ളത്. ഇപ്പൊ കിട്ടിയ സൈഡും ഈ 2 വരെയും തമ്മിൽ അതിന്റെ ഇടയ്ക്കുള്ള ആംഗിളാണ്. കണ്ടല്ലോ. അപ്പൊ അത് തുല്യമായല്ലോ. അപ്പൊ എന്തെഴുതാം? AD പാരലൽ BC എന്ന് എഴുതാം അല്ലെ. കാരണം എന്താ? ആംഗിൾ DAOയും ആംഗിൾ BCOയും തുല്യമാണ്. അപ്പം ADയും BCയും തുല്യവുമാണ്, ADയും BCയും സമാന്തരവുമാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ഏതെങ്കിലും ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ്, ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ആ ചതുർഭുജം ABCD ഈസ് എ പാരലലോഗ്രാം അഥവാ സാമാന്തരികമാണ് എന്ന് നമുക്ക് എഴുതാം. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ നമ്മൾ പേര് വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എഴുതിയാൽ മതി. ആ പേര് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ എഴുതാം. അപ്പൊ ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒരു സാമാന്തരികത്തിന്റെ വികർണങ്ങൾ മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകുന്നു. പിന്നെ മധ്യബിന്ദുവിൽ കൂടെ കടന്നു പോകുന്ന 2 വികർണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അവ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരു സാമാന്തരികം തന്നെയായിരിക്കും. ക്ലിയർ ആയല്ലോ? അതായത് ഒരു പാരലോഗ്രത്തിന്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നു. ഇനി തിരിച്ചു പറഞ്ഞാലോ, ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്ന ഏത് ക്വാഡ്രിലാറ്ററലും എന്ത് തന്നെയായിരിക്കും? പാരലോഗ്രാം തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താ? ഒരു പാരലോഗ്രാം വരയ്ക്കണമെങ്കിൽ ഡയഗണൽസിന്റെ ലെങ്ത് ആണ് തന്നിരിക്കുന്നതെങ്കിൽ, ഇപ്പൊ ഇവിടെ ഡയഗണൽസ് 2 ലെങ്ത് തന്നിട്ടുണ്ട്. അവയ്ക്കിടയിലുള്ള ഒരു ആംഗിളും കൂടെ തന്നാൽ നമുക്കൊരു പാരലോഗ്രാം വരയ്ക്കാം. ആംഗിൾ തന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചെരുവിൽ വരയ്ക്കും അല്ലെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഷേപ്പിലുള്ള പാരലോഗ്രാം തന്നെ കിട്ടും. പക്ഷെ പലർക്കും പല ഷേപ്പിലുള്ള പാരലോഗ്രാം ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആംഗിളും കൂടെ ഇവയ്ക്കിടയിലുള്ള കോണിന്റെ അളവും കൂടെ തന്നാൽ നമുക്കൊരു പാരലോഗ്രാം വരയ്ക്കാം. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 182 ഒന്നാമത്തെ ചോദ്യം ആദ്യം ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വികർണങ്ങളുടെ നീളം 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും അവയുടെ ഇടയിലെ കോൺ 60 ഡിഗ്രിയുമായ സാമാന്തരികം വരയ്ക്കുക. ഡ്രോ എ പാരലോഗ്രാം whose diagonals are 8 centimeters and 6 centimeters and the included angle is 60 degree. അപ്പം നമുക്ക് ആദ്യം ഡയഗണൽ വരയ്ക്കാം. 8 സെന്റിമീറ്റർ വരയ്ക്കാം. ഇഷ്ടമുള്ളത് ആദ്യം വരയ്ക്കാം. 8 സെന്റിമീറ്റർ വരച്ചു. നമുക്കറിയാം ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട്, വികർണങ്ങൾ സമഭാഗം ചെയ്യുന്നു. മധ്യബിന്ദുവിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പൊ 8ന്റെ പകുതി 4 ആയതുകൊണ്ട് ആ 4ൽ കൂടെ വേണം നമുക്ക് 60 ഡിഗ്രി വരയ്ക്കാനായിട്ട്. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും 60 ഡിഗ്രി വരയ്ക്കാം, അല്ല ഇവിടെ നിന്ന് വേണമെങ്കിലും 60 ഡിഗ്രി വരയ്ക്കാം. എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. അപ്പോൾ 60 ഡിഗ്രി ഇവിടെ നിന്നാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ 0യിൽ നിന്ന് കൗണ്ട് ചെയ്ത് 60ലേക്ക് പോവുക. ഇവിടെ നിന്നാണ് വരയ്ക്കുന്നതെങ്കിൽ ഈ പുറത്തെ 0 പുറത്താണ് കിടക്കുന്നത്, അവിടെ നിന്ന് 60 നോക്കി വരയ്ക്കുക. ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഇനി നമുക്ക്
60 ഡിഗ്രി വരച്ചിട്ട് 6 സെന്റിമീറ്റർ ആണ് രണ്ടാമത്തെ ഡയഗണലിന്റെ നീളം. അപ്പം 3 മുകളിലോട്ടും 3 താഴോട്ടും ആണല്ലോ. അപ്പം 3 സെന്റിമീറ്ററിൽ വെച്ചിട്ട് ഈ കറക്റ്റ് 60 ഡിഗ്രിയും വരുന്ന രീതിയിൽ ഒന്നിച്ച് തന്നെ നമുക്ക് വരയ്ക്കാം. കണ്ടോ? എന്നിട്ട് 6 വരെ വരച്ചാൽ മതി. കണ്ടല്ലോ? അപ്പം ഇതാണ് 60 ഡിഗ്രി വരച്ചത്. ഇത് 3 സെന്റിമീറ്റർ, ഇതും 3 സെന്റിമീറ്റർ. ടോട്ടൽ 6 സെന്റിമീറ്റർ ആയല്ലോ. ഇത് 4 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ 8 സെന്റിമീറ്റർ ആയല്ലോ. ഇനി നമുക്ക് ജോയിൻ ചെയ്ത് പാരലോഗ്രാം കംപ്ലീറ്റ് ആക്കിയാൽ മതി, സമാന്തരികം പൂർത്തിയാക്കിയാൽ മതി. കണ്ടല്ലോ? പാരലോഗ്രാം കംപ്ലീറ്റ് ആക്കിയല്ലോ, സമാന്തരികം പൂർത്തിയാക്കി. ഒരു സമാന്തരികം വരയ്ക്കാൻ വേണ്ടിയിട്ട് 2 വികരണങ്ങളും അവയ്ക്കിടയിലുള്ള ഒരു കോണും കിട്ടിയാൽ മതി അല്ലേ. ഇനി നമുക്ക് പേജ് നമ്പർ 183 4ാമത്തെ ചോദ്യം ചെയ്യാം. 2ഉം 3ഉം ചോദ്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. വരയ്ക്കാനുള്ളത് ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നാമത്തത്. ഇതിപ്പം നമ്മൾ ഒന്നാമത്താണ് തീർത്തത്. ഇനി 4ാമത്തതും 6ാമത്തതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. വരയ്ക്കാനുള്ളത് ഒന്നിച്ച് ചെയ്യുകയാണ്. ഈ ചോദ്യത്തിലെ വികരണങ്ങളുടെ നീളങ്ങൾ 6.5 സെന്റിമീറ്റർ, 4.5 സെന്റിമീറ്റർ ആണ്. അവയ്ക്കിടയിലുള്ള കോണ് 70 ഡിഗ്രിയാണ്. ഇപ്പോൾ ഡയഗണൽസ് 6.5 സെന്റിമീറ്റേഴ്സും 4.5 സെന്റിമീറ്റേഴ്സും ആണ്. ഇൻക്ലൂഡഡ് ആംഗിൾ 70 ഡിഗ്രിയുമാണ്. അപ്പം നമുക്ക് 0.5 വരുമ്പോൾ എങ്ങനെ വരയ്ക്കുന്നത് നമുക്കറിയാം. ആദ്യം നമുക്ക് ഇതിലേതെങ്കിലും ഒരെണ്ണം വരയ്ക്കാം. അപ്പോൾ ഞാൻ 6.5 എടുക്കുകയാണ്. 6.5 എന്ന് പറയുമ്പോൾ 6ന്റെയും 7ന്റെയും ഇടയ്ക്കുള്ള മിഡിൽ പോയിന്റ് 6.5 വരച്ചു. ഇനി ഡെസിമൽ വരുമ്പോൾ നമ്മൾ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ലംബസമഭാജി എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചതാണ്. പക്ഷെ നമുക്കിവിടെ ലംബം വേണ്ട അല്ലേ, കറക്റ്റ് മിഡ് പോയിന്റ് മതി. അപ്പോൾ അവിടെയും നമ്മൾ ലംബസമഭാജി വരച്ചിട്ട് 70 ഡിഗ്രി എടുത്താൽ മതി, 90 വേണ്ട നമുക്ക്. അപ്പോൾ കോമ്പസ് ഉപയോഗിച്ച് നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ പകുതി കൂടുതൽ അളവെടുത്ത് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുന്നു. കോമ്പസിൻ്റെ അളവ് മാറ്റാതെ മറ്റേ എൻഡ് പോയിന്റിൽ വെച്ചിട്ടും വരയ്ക്കുന്നു. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് മിഡ് പോയിന്റ് കിട്ടും. നമ്മളിത് ഫുള്ളായിട്ട് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ഈ മീറ്റിംഗ് പോയിന്റും ഈ മീറ്റിംഗ് പോയിന്റും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ മിഡ് പോയിന്റ് കിട്ടി അല്ലേ. അത് വേണമെങ്കിൽ ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്ത് വരച്ചാൽ മതി. കാരണം നമുക്ക് ആംഗിൾ 90 അല്ല 70 ഡിഗ്രിയാണ് വേണ്ടത്. കണ്ടോ? അപ്പം മിഡ് പോയിന്റ് കിട്ടിയല്ലോ. ഇനി നമ്മൾ 70 ഡിഗ്രി അവിടെ വരച്ചാൽ മതി. ആ പോയിന്റിൽ 70 ഡിഗ്രി ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 70 എടുക്കുകയാണെങ്കിൽ ഇതാണ് 70. കണ്ടല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ഇത് 4.5 ആണ് വേണ്ടത് അല്ലേ. ഇനി നമുക്കിത് ജോയിൻ ചെയ്ത് 70 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഡയഗണലിന്റെ ലെങ്ത് എത്ര? 4.5. ആ 4.5ന്റെ പകുതി മുകളിലോട്ടും പകുതി താഴോട്ടും അല്ലേ വരുന്നത്. പക്ഷെ 4.5ന്റെ പകുതി നമുക്ക് ഡെസിമലാണ് ഓൾറെഡി കിടക്കുന്നത്. അതിന്റെ പകുതിയാകുമ്പം ഡെസിമലിന് ശേഷം, അതായത് 4.5ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 2.25 വരും. അത് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് അളന്ന് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്ത് ഓർക്കുന്നുണ്ടോ? ബൈസെക്ടേഴ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇതേപോലത്തെ ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇവിടെ നിന്ന് ഫുള്ള് 4.5 മുകളിലോട്ട് എടുക്കും. എന്നിട്ട് അതിൻ്റെ പകുതി ബൈസെക്ടർ വരച്ച് കണ്ടുപിടിക്കും. എന്നിട്ട് ആ അളവെടുത്ത് താഴോട്ടും കൂടി എടുത്ത് നമ്മൾ പാരലോഗ്രാം അഥവാ സാമാന്തരികം കംപ്ലീറ്റ് ആക്കും. അപ്പം നമുക്ക് ആദ്യം 4.5 മുകളിലോട്ട് തന്നെ എടുക്കാം. ഫുള്ളായിട്ട് നമുക്ക് 4.5 എടുക്കാം. പക്ഷെ അതിൻ്റെയും പകുതിയായ 2.25 നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 4.5 എന്ന് പറയുന്നത് 4ന്റെ 5ന്റെ ഇടയ്ക്കുള്ള നടുക്കത്തെ പോയിന്റാണ്. കണ്ടല്ലോ? അപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതാ ഇത്രയും 4.5ന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ ഈ അറ്റത്തും, അതായത് ഈ 70 ഡിഗ്രി വരച്ചിരിക്കുന്ന സ്ഥലത്തും ഈ കുത്തിലും കോമ്പസിൻ്റെ മറ്റേ ടിപ്പ് വെച്ചിട്ട് വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ പകുതിയിൽ കൂടുതലാണ് എടുക്കേണ്ടത്. ക്ലിയർ ആകുന്നുണ്ടോ?
കണ്ടോ, അതിൻ്റെ പകുതി കൂടുതലെടുത്ത് ആർക്ക് ഇവിടെയും ഇവിടെയുമാണ് വരയ്ക്കേണ്ടത്. ഇനി ഈ പോയിന്റിൽ മെറ്റൽ ടിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ആർക്ക് വരയ്ക്കുക. അതേപോലെ ഇവിടെയും ആർക്ക് വരയ്ക്കുമ്പം നമുക്ക് ആ 4.5ൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. അത് നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്, അതായത് അതിൻ്റെ പകുതി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് അവിടെയും ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്യാം. നമുക്ക് ഡയഗണൽസ് മാത്രം വരച്ചാൽ മതി. നമുക്ക് മിഡ് പോയിന്റ് കിട്ടിയില്ലേ, ഇതാണല്ലോ മിഡ് പോയിന്റ്. അതായത് 4.5ൻ്റെ പകുതിയായ 2.25 ഇവിടെ നിന്ന് ഇവിടം വരെയാണ്. ക്ലിയർ ആയോ? ഇത്രയുമാണ് 2.25. ആ അളവ് നമ്മൾ ഇങ്ങോട്ടെടുത്ത് മാർക്ക് ചെയ്യുന്നു. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഡയഗണൽസ് ഏതൊക്കെയാണ് പേരെഴുതാം. ആദ്യത്തെ ഡയഗണൽ എ ബി, രണ്ടാമത്തെ ഡയഗണൽ സി ഡി. ഈ പോയിന്റും ഈ പോയിന്റും ഇനി നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പം നമ്മുടെ പാരലോഗ്രാം കിട്ടും. നമ്മുടെ പാരലോഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം ചെയ്യാം. അതും വരയ്ക്കാനുള്ളതാണ്. ആറാമത്തെ ചോദ്യം ഇതാണ്: വികർണങ്ങളുടെ നീളം 6 സെന്റിമീറ്ററും അവയുടെ ഇടയിലെ കോൺ 60 ഡിഗ്രിയുമായ ചതുരം വരയ്ക്കണം. അപ്പോൾ 2 വികർണങ്ങളുള്ളതിൽ രണ്ടും 6 സെന്റിമീറ്റർ വീതമാണ്. ക്ലിയർ ആയല്ലോ. പിന്നെ അവയ്ക്കിടയിലുള്ള കോൺ 60 ഡിഗ്രിയുമാണ്. ചതുരമാണോ കിട്ടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 6 സെന്റിമീറ്റർ ആദ്യം വരയ്ക്കാം. 6 സെന്റിമീറ്റർ വരച്ചു. മധ്യബിന്ദുവിൽ കൂടെയാണ് രണ്ടാമത്തെ വികരണം കടന്നു പോകുന്നത്. അപ്പം മിഡ് പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. എളുപ്പം മാർക്ക് ചെയ്യാവുന്നതാണ്. ഡെസിമൽ ഇല്ലാത്ത നമ്പറാണ്, ദശാംശ സംഖ്യ അല്ല. അപ്പോൾ ഓരോന്നും 3 3 വീതമായി. ഇനി പ്രൊട്രാക്ടർ വെച്ചിട്ട് ആ മിഡ് പോയിന്റിൽ മധ്യബിന്ദുവിൽ 60 ഡിഗ്രി നമുക്ക് ഉണ്ടാക്കണം. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് 60 ഡിഗ്രി ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഈ 0യിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് 60 നോക്കുക. അപ്പോൾ 60 കണ്ടല്ലോ, അവിടെ മാർക്ക് ചെയ്യുക. ഇനി രണ്ടാമത്തെ വികരണത്തിൻ്റെ നീളം 6 സെന്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ എളുപ്പമുണ്ട്. 60 ഡിഗ്രി ചെരുവാണ് വേണ്ടത്. കണ്ടോ, 60 ഡിഗ്രി ചെരുവെടുത്തു. മുകളിലോട്ടും 3 താഴോട്ടും 3 അല്ലേ. അപ്പോൾ 1 2 3 ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. കണ്ടല്ലോ. അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ്. നമുക്ക് ജോയിൻ ചെയ്യാം. നമുക്കൊരു ചതുരം കിട്ടി. പ്രൊട്രാക്ടർ വെച്ചിട്ട് ഓരോ കോണിൻ്റെ അളവ് 90 ആണോ നോക്കാം. ഒരു കോണിൻ്റെ അളവ് 90 ആയാൽ തന്നെ അത് ചതുരമായിക്കോളും. കണ്ടോ, ഈ കോൺ 90 ഡിഗ്രി ആയാലോ, അപ്പോൾ അത് ചതുരമാണ്. അപ്പം ഈ 3 ഫിഗേഴ്സും വരച്ച് പഠിക്കുക നല്ല രീതിയിൽ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്.